السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, ജാമിയ അൽ ഹിന്ദിൻ്റെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും വ്യത്യസ്ത തലങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഭാരവാഹികളെ, വിദ്യാർത്ഥിനികളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നായി ഈ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തുടനീളം പാലിക്കുവാൻ ഏവരേക്കാൾ ബാധ്യതപ്പെട്ടവർ നമ്മളാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുവാനും തഖ്വയോടെ ജീവിതം ക്രമീകരിക്കുവാനും ഇഖ്ലാസോടെ അവൻ്റെ ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വലിയ ഒരു ലക്ഷ്യത്തിൽ 2013 തുടക്കം കുറിച്ച ജാമിഅ അൽ ഹിന്ദ് എന്ന ഈ സ്ഥാപനം 10 വർഷങ്ങൾ പൂർത്തീകരിച്ച് 11ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തര കാഴ്ചപ്പാടോടുകൂടി വളരെ വലിയ അങ്ങേയറ്റത്തെ കൂടിയാലോചനയും പ്ലാനിങ്ങും നടത്തി അല്ലാഹുവിൽ തവക്കുലാക്കി ഒരു സംഘം ആളുകൾ തുടങ്ങിവെച്ച ഈ സംരംഭം 10 വർഷം പിന്നിടുമ്പോൾ ഏതൊരാൾക്കും അഭിമാനിക്കാവുന്ന വിധത്തിൽ വളർന്നു പന്തലിച്ച് ദീനി വിജ്ഞാന മേഖലയിൽ വലിയ സേവനങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇനിയും ദീർഘമായ കാലം ഈ വഴിയിൽ സേവനങ്ങൾ ചെയ്തു മുന്നേറാൻ ഈ സ്ഥാപനത്തിനും ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കുമെല്ലാം അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. 2013 കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച ദഅ്വ സമ്മേളനം എന്ന പേരിൽ മുജാഹിദ് ദഅ്വ സമിതി എന്ന അഡ്രസ്സിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിലാണ് അന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടായത്. ആ രംഗം നമ്മളൊന്ന് അനുസ്മരിക്കുന്നത് നല്ലതാണ് എന്നതുകൊണ്ട് തന്നെ അത് ചെറിയ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വലിയ സന്തോഷ വാർത്ത കൂടി ഈ സദസ്സിനെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൃത്യമായി ദീന് പഠിക്കാൻ, കൃത്യമായി ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാർക്കും ഒരുമിച്ച് കൂടി ദീന് കൈകാര്യം ചെയ്യാൻ, വിഷയങ്ങൾ പഠിക്കാൻ മുഴുവൻ ഗ്രന്ഥങ്ങൾ ലഭ്യമാകുന്ന, എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന, ഏതൊരു സാധാരണക്കാരനും ഏത് സമയത്തും കടന്നു വന്ന് ദീന് പഠിക്കാൻ ഉതകുന്ന ഒരു വലിയ സ്ഥാപനം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ആലോചനകളും പ്രവർത്തനങ്ങളുമായി നാം ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യുക. മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വിശാലമായ സ്ഥലം നാം അതിനുവേണ്ടി കണ്ടെത്തി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ആ നിലക്കുള്ള മാതൃകായോഗ്യമായ, കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മൊത്തം മാതൃകായോഗ്യമായ, ലോക സലഫികളുടെ മുഴുവനും കേന്ദ്രം കൂടിയായി മാറാവുന്ന ഒരു സ്ഥാപനമാണ് ഇൻഷാ അല്ലാഹ് നാം ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങൾ, ഇതാണ് തുടക്കം. 10 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ കൂട്ടായ്മ ഈ ഒരു സംരംഭം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്തിനാണ് ജാമിഅ അൽ ഹിന്ദ് എന്ന ആ ഒരു സ്വപ്നം അൽഹംദുലില്ലാഹ് 10 വർഷം കൊണ്ട് കഴിവനുസരിച്ച് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമൂഹത്തിന്
മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം വഹിക്കാൻ കഴിയുന്ന, മതവിഷയങ്ങളിൽ അവഗാഹമുള്ള, രാജ്യത്തിനും ദീനിനും ഉപകരിക്കുന്ന മാതൃകായോഗ്യരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ജാമിഅ അൽ ഹിന്ദ് എന്ന ഈ സംരംഭത്തിന് നമ്മുടെ കൂട്ടായ്മ തുടക്കമിട്ടത്. അത്തരം സ്ഥാപനം ഉണ്ടായി വരണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാവേണ്ടുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ആ അർത്ഥത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന കൃത്യമായ തിരിച്ചറിവിൽ തന്നെയാണ് 2013 ഏപ്രിൽ കടപ്പുറത്ത് പ്രഖ്യാപിച്ച ആ ഒരു സ്ഥാപനം 2013 തന്നെ ജൂൺ മാസത്തിൽ അങ്ങ് പെരിന്തൽമണ്ണയ്ക്കടുത്ത ചെറുകര എന്ന പ്രദേശത്തെ വാടക കെട്ടിടത്തിൽ വെച്ച് സമൂഹത്തെ സാക്ഷിയാക്കി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2013 ജൂൺ 8 ബഹുമാന്യനായ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ റഹിമഹുല്ല അദ്ദേഹമാണ് ജാമിഅ വിദ്യാർത്ഥികൾക്ക് ആദ്യ പാഠം പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. ജൂൺ 23 അതേ ചെറുകരയിൽ വെച്ച് ബഹുമാന്യനായ ഷെയ്ഖ് അനീസുർ റഹ്മാൻ അൽ അഅ്ലമി ഹഫിളഹുയും അതുപോലെ പ്രഗത്ഭരായ കരിവള്ളി മുഹമ്മദ് മൗലവിയും അബ്ദുൽ ഹഖ് സുല്ലമിയും അടക്കമുള്ള റഹിമഹുമുള്ള ആ പണ്ഡിതന്മാരെയെല്ലാം സാന്നിധ്യത്തിൽ വെച്ചാണ് ഔദ്യോഗികമായി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൻ്റെയും ഒരു ചെറിയൊരു ക്ലിപ്പ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നുമല്ല, ആ ഓർമ്മകൾ നമുക്കെല്ലാം ഒന്നുകൂടെ ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം. കേരളത്തിന് മാത്രമല്ല, ലോകാടിസ്ഥാനത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായി, ലോകാടിസ്ഥാനത്തിൽ ദീനി വിജ്ഞാനങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്ന അതിനുള്ള വേദിയായി മാറുന്ന, ലോകാടിസ്ഥാനത്തിൽ ദീനി പഠിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന സ്ഥാപനങ്ങൾ ലിസ്റ്റിൽ ഒരിടം പിടിക്കുന്ന ഒരു സംവിധാനമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജാമിഅ അൽ ഹിന്ദ് മാറണം. നമ്മളെല്ലാവരുടെയും അധ്വാനം അതിന് ആവശ്യമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അതിനാവശ്യമുണ്ട്. എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ. അതേ സഹോദരങ്ങൾ, അതാണ് ജാമ്യയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം. അവിടുന്ന് ഇങ്ങോട്ട് 10 വർഷം പിന്നിടുമ്പോൾ എന്താണോ സമൂഹത്തോട് നാം നൽകിയ വാഗ്ദാനം, അതിൽ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥമായി ഒന്നിച്ചു നിന്ന് കൂടിയാലോചനയിലൂടെ ഈ കൂട്ടായ്മക്ക് ആ രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ ലക്ഷ്യം പൂർത്തിയാവാൻ പ്രധാനമായും ഉണ്ടാവേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കുറ്റമറ്റ നല്ല ഒരു സിലബസ്, അതാണ് വേണ്ടത്. രണ്ടാമത്, ആ സിലബസ് പഠിപ്പിക്കാൻ യോഗ്യരായ കഴിവുറ്റ അധ്യാപകർ വേണം. മൂന്നാമതായി, ഇച്ഛാശക്തിയുള്ള നല്ല വിദ്യാർത്ഥികൾ വേണം. അത് 3ഉം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് റബ്ബിന്റെ തൗഫീഖിനാൽ സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായ സഹകരണങ്ങളാൽ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായി അറിയപ്പെട്ട ഇസ്ലാമികമായ ഉന്നതമായ സ്ഥാപനങ്ങൾ, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലെ, മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി പോലെ ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങളുടെ സിലബസുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി അതനുസരിച്ച് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ സിലബസും അത് പഠിപ്പിക്കാൻ യോഗ്യരായ ട്രെയിനിങ് ലഭിക്കുന്ന അധ്യാപനം വെച്ചുകൊണ്ടുള്ള അധ്യാപനവും കൃത്യമായ സെലക്ഷനിലൂടെ ഇതിന് യോഗ്യരാണ് എന്ന് ബോധ്യപ്പെടുന്ന ഇച്ഛാശേഷിയുള്ള സ്വയം താല്പര്യപ്പെട്ടു വരുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി ആ വിദ്യാർത്ഥികളെയും ചേർത്തി വെച്ചുകൊണ്ടാണ് ജാമിഅ അൽ ഹിന്ദ് അതിൻ്റെ പ്രയാണം ആരംഭിച്ചത്. ഇവിടെ ഒരു വിദ്യാർത്ഥി 5 വർഷമാണ് ഡിഗ്രി പൂർത്തിയാകുന്നത് വരെ പഠിക്കേണ്ടത്. 2 വർഷത്തെ +2 കോഴ്സും 3 വർഷത്തെ ഡിഗ്രിയുമായി 5 വർഷം പൂർത്തിയാക്കിയാൽ ഹിക്കമി എന്ന സ്ഥാനപ്പേരിന് അവൻ അർഹനാകുന്നു. ശേഷം 2 വർഷം PG കോഴ്സുമുണ്ട്. 7 വർഷം ഈ സ്ഥാപനത്തിൽ ഒരാൾ പഠനം പൂർത്തിയാക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 14 ജുസുകൾ, 5 വർഷമാണ് പഠിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 10 ജുസുകൾ നിർബന്ധമായും അവൻ കാണാതെ പഠിച്ചിരിക്കണം. 1 വർഷം 2 ജുസ് ഹിഫ്ലാക്കാതെ ഒരു കുട്ടിയും ഇവിടുന്ന് കടന്നു പോകുന്നില്ല. ഹിഫ്ലിന്റെ പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമാണ് മറ്റു വിഷയങ്ങളെ പരീക്ഷ എഴുതാൻ അനുവാദമുള്ളത്. 7 വർഷം പഠിക്കുമ്പോൾ 14 ജുസ് ആ കുട്ടികൾ കാണാതെ പഠിക്കുന്നു. ഹദീസുകൾ അവർ ഹൃദിസ്ഥമാക്കുന്നു. ചെറുതും വലുതുമായ ഗ്രന്ഥങ്ങൾ തന്നെ വ്യത്യസ്തമായ വിജ്ഞാന ശാഖയിലുള്ള കിതാബുകൾ അവർ കാണാതെ പഠിക്കുന്നു. അഥവാ ലോകപ്രസിദ്ധമായ നവാഖുൽ ഇസ്ലാം പോലെ,
ഖവായിദുൽ അർബഅ പോലെ, ഉസൂലുൽ സലാസ പോലെ, അർബഉൻ നവവിയ പോലെ, കിതാബു തൗഹീദ് പോലെയുള്ള വ്യത്യസ്തങ്ങളായ ലോകവ്യാപകമായി മുസ്ലിം ലോകത്തെ ദീനി സ്നേഹികളായ മതവിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ അവരെല്ലാം പഠിപ്പിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം ഗ്രന്ഥങ്ങളെ കാണാതെ പഠിക്കുന്ന, ഹിഫ്ലാക്കുന്ന മക്കളാണ് ജാമ്യയിലെ വിദ്യാർത്ഥികൾ. 10ാം ക്ലാസ്സിന് ശേഷം ഒരു കുട്ടി ജാമ്യ ഹിന്ദിൽ വന്നു ചേരുമ്പോൾ 2 വർഷം മഅഹദുൽ ലുഗ, അറബി ഭാഷയിൽ നല്ല അവഗാഹമുണ്ടാക്കാൻ ഉതകുന്ന മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അതേപടി അപ്ലൈ ചെയ്തുകൊണ്ടുള്ള സംവിധാനമാണ് മഅഹദുൽ ലുഗ. ശേഷം ഡിഗ്രിയാണ്, 3 വർഷമാണ് ഡിഗ്രി കാലാവധി. ഇവിടെ ഡിഗ്രിയിൽ 3 ഡിപ്പാർട്ട്മെന്റ് ആയിക്കൊണ്ടാണ് നാം ഇവിടുത്തെ അധ്യാപനം തയ്യാറാക്കിയിട്ടുള്ളത്. കുല്ലിയത്തുൽ ഹദീസ്, കുല്ലിയത്തുൽ ശരീഅ, കുല്ലിയത്തുൽ ദഅവ ഉസൂലുദ്ദീൻ. അഥവാ ഹദീസിലാണ് ഒരാൾക്ക് കൂടുതൽ അവഗാഹം നേടാൻ താല്പര്യമെങ്കിൽ കുല്ലിയത്തുൽ ഹദീസ് തിരഞ്ഞെടുക്കാം. ഇതല്ല, ഫിഖ്ഹാണ്, ശരീഅയാണ് ഒരാൾക്ക് ആഴത്തിൽ പഠിക്കാൻ താല്പര്യമെങ്കിൽ കുല്ലിയത്തുൽ ശരീഅയിൽ അഡ്മിഷൻ വാങ്ങാം. കുല്ലിയത്തുൽ ദഅവ, അഖീദയുടെ വ്യത്യസ്തമായ വശങ്ങളെ ആഴത്തിൽ പഠിക്കുവാനാണ് താല്പര്യമെങ്കിൽ കുല്ലിയത്തുൽ ദഅവയിലും അവൻ അഡ്മിഷൻ നേടാം. ശേഷം 2 വർഷം PGയുമാണ്. ഇങ്ങനെ 7 വർഷമാണ് ഒരു വിദ്യാർത്ഥി ഈ ജാമ്യയിൽ പൂർണ്ണമായും എല്ലാം പഠിക്കാനായി ആവശ്യമായിട്ടുള്ളത്. ഈ 7 കൊല്ലം കൊണ്ട് എല്ലാം ആകുമെന്ന് അതിനർത്ഥമില്ല. എങ്ങനെ പഠിക്കണമെന്ന്, എന്തു പഠിക്കണമെന്ന് അവർക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയും. അറിവിൻ്റെ വിശാലമായ ലോകത്തെ ഒന്ന് കാണാൻ, ഒന്ന് പരിചയപ്പെടാൻ ഈ 7 വർഷം കൊണ്ട് അവർക്ക് സാധിക്കും. എനിക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് അല്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ്, ലാ അദ്രി എന്ന് പറയുന്ന നിസ്ഫുൽ ഇൽമ്, അറിവിൻ്റെ പകുതിയാണ് ലാ അദ്രി, എനിക്കറിയില്ല എന്നതാണല്ലോ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. എങ്കിൽ ആ ലാ അദ്രി എങ്കിലും, എനിക്കറിയില്ല എന്ന അറിവെങ്കിലും നേടിയെടുക്കുന്ന വിനയമുള്ള ദീനു പഠിക്കണമെന്ന, എമ്പാടും പഠിക്കാനുണ്ട് എന്ന, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ ഈ വർഷങ്ങൾ കൊണ്ട് തീർച്ചയായും സാധിക്കുന്നുണ്ട്. ജാമ്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ആ 7 കൊല്ലം കൊണ്ട് പഠനം അവസാനിപ്പിക്കുകയല്ല, പഠനം ആരംഭിക്കുകയാണ്, പഠനം തുടരുകയാണ്. മരിക്കുന്നവരെ മതവിദ്യാർത്ഥിയായി തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതും. ഇലാമത തത്ലുബുൽ ഇൽമ, ഏതുവരെയാണ് നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന ചോദ്യത്തിന് ഹത്തൽ മമാതി, ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെയും പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് മറുപടി പറഞ്ഞ മുൻഗാമികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ വഴി സ്വീകരിച്ചുകൊണ്ട് തന്നെ ജാമ്യ അൽ ഹിന്ദിൽ നിന്ന് PG വരെ പഠിച്ചിട്ടും അതിനുശേഷം പിന്നെയും മറ്റു സ്ഥാപനങ്ങളിൽ ചെന്ന് വീണ്ടും പഠിക്കുന്ന, ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണ് ജാമ്യയുടെ മുതൽക്കൂട്ടുകൾ. ഇന്ന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ തുടർ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ മക്കയിൽ, ജിദ്ദയിൽ, റിയാദിൽ, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിൽ, അങ്ങനെ ഈജിപ്തിലെ അൽ ഹസൽ അടക്കം നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കാഡമികമായി ആ രംഗത്ത് കുറവൊന്നും വരാതിരിക്കാൻ ആവശ്യമായ ശ്രദ്ധയും അതിനെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ വെച്ച് പുലർത്തുന്നു. ഡൽഹിയിലെ ജാമിഅ മില്ലിയ, ഹൈദരാബാദ് ഇഫ്ലു അടക്കമുള്ള വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളിൽ, ബനാറസിൽ അങ്ങനെ തുടങ്ങി UK-യിലെ ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ ഇന്ന് ഹിക്കമികൾ ഭൗതികമായ പഠനവും ഇതേ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ വളരും. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ല ഒരു പ്രതീക്ഷ നമുക്ക് തീർച്ചയായും ഉണ്ട്. വെളിച്ചം നൽകാവുന്ന, ലോകത്തിന് മുഴുവൻ മുമ്പിൽ നിന്ന് ദീനിയായി വെളിച്ചം നൽകാവുന്ന വലിയ വലിയ വഴിവിളക്കുകൾ ഇൻഷാ അല്ലാഹ് ഈ ഹിക്കമിമാരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തപ്പോൾ മസ്ജിദുൻ നബവിയിൽ ബഹുമാന്യനായ ശൈഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയുടെ ഒരു ദർസിൽ ജാമ്യയിൽ നിന്ന് പഠിച്ചുപോയ 2-3 വിദ്യാർത്ഥികളെ കൂടെ ഒരു ശ്രോതാവായി ആ ദർസിൽ ഇരിക്കാൻ അവസരമുണ്ടായി. ആ ദർസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ജാമ്യയിൽ പഠനം കഴിഞ്ഞ് പോയ ഒരു വിദ്യാർത്ഥിയോട് ഞാൻ സ്വകാര്യമായി പറഞ്ഞു, എടാ ചുരുങ്ങിയ പക്ഷം ഒരു അബ്ദുൽ റസാഖ് അൽ ബദറെങ്കിലും ആകണം കേട്ടോ എന്ന് ഉപദേശം നൽകിയപ്പോൾ അവൻ പറഞ്ഞ മറുപടി, അല്ല ഉസ്താദെ, അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനും വലിയ സ്വപ്നമാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. ഇന്ന് ഈ ജാമ്യയിൽ പഠിക്കുന്ന, ഡിഗ്രി ബാച്ചിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് സ്വകാര്യമായി
ജീവിതത്തിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താവാനാണ്, എവിടെ എത്താനാണ് നിന്റെ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ ഒറ്റ വാക്കിന് പറഞ്ഞത് ഉസ്താദേ എനിക്ക് ശൈഖുൽ ഇസ്ലാം ആകണമെന്നാണ്. അൽഹംദുലില്ലാ, സ്വപ്നം കാണാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുണ്ട്. നേരത്തെ അർഷദ് അൽ ഹിക്മി സൂചിപ്പിച്ചുവല്ലോ, ഇത്രയും ഉയരത്തിൽ ഒരു സ്ഥാപനമുണ്ടായപ്പോൾ അത് കേവലം ഈ ഒരു നിരപ്പ് കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സ്വപ്നങ്ങൾ ഇവരെ ഉയർന്ന് സ്വപ്നം കാണാൻ, ഉയർന്ന് ചിന്തിക്കാൻ, ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതേ മാതൃകയിൽ തന്നെയാണ് തൊട്ട് താഴെ പാണക്കാട് എടൈപ്പാലം എന്ന പ്രദേശത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി മറ്റൊരു ക്യാമ്പസ് ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതേ മാതൃകയിൽ, ഇതേ സിലബസ്, ഇതേ സിസ്റ്റത്തിൽ അവിടെ നമ്മുടെ പെൺകുട്ടികൾ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ ഒരുക്കി കൊടുക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ജാമിയയുടെ ട്രസ്റ്റ് ഭാരവാഹികളും ഈ സമൂഹവും എല്ലാവരും പ്രതിജ്ഞാബദ്ധരായി ഒന്നിച്ചിറങ്ങിയപ്പോൾ അൽഹംദുലില്ലാ നല്ല ലോകോത്തര നിലവാരമുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാണക്കാട് ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ പെൺമക്കൾ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരും വലിയ താല്പര്യത്തോടെ, അങ്ങേയറ്റത്തെ സ്വപ്നത്തോടെ, പ്രതീക്ഷയോടെ അവരും മുന്നേറുന്നുണ്ട്. അല്ലാഹു തആല അവർക്കും എല്ലാ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2022 സെപ്റ്റംബർ 11 വനിത ക്യാമ്പസിൽ പഠനം ആരംഭിച്ചത്. 1.5 വർഷം കൊണ്ട് നേടാവുന്നതല്ല ആ മക്കളും നേടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു ഭാവി അല്ലാഹു തആല അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജാമിയയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംരംഭമാണ് സ്കൂൾ ഓഫ് ഖുർആൻ എന്ന സംവിധാനം. 2014 4 പ്രദേശങ്ങളിൽ വെച്ച് തുടങ്ങിയ ഒരു സംവിധാനം ഇന്ന് അൽഹംദുലില്ലാ 2023 ആകുമ്പോൾ 33 കേന്ദ്രങ്ങളിലായി 2000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വേറിട്ട ജാമിഅക്കും വിസ്ഡം ഓർഗനൈസേഷനും അഭിമാനിക്കാവുന്ന ഒരു വലിയ സംരംഭമായി ഇന്ന് മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ 18 വർഷത്തെ ഒരു ദീർഘകാല മതവിദ്യാഭ്യാസ പദ്ധതിയാണ് സ്കൂൾ ഓഫ് ഖുർആൻ എന്നത്. പ്രീ KG ക്ലാസ്സിൽ നിന്ന് 4 വയസ്സിൽ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് പ്രാദേശികമായ സെന്ററുകളിൽ വെച്ച് ആ കുട്ടിയെ 6 വർഷം പഠിപ്പിക്കുകയും 2ാം ഘട്ടം 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ജാമിഅ അൽ ഹിന്ദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റെസിഡൻഷ്യൽ സംവിധാനങ്ങൾ വഴി ആ കുട്ടിയെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് അവർ മിക്കവാറും ഹാഫിദുമാരായി മാറും. വിവിധ ഭാഷകൾ അവർ പഠിക്കും. അറബി ഭാഷയും മറ്റു ഭാഷകളും അവർ പ്രാവീണ്യം നേടും. അതുപോലെ ദീനിയായ അടിസ്ഥാന വിദ്യാഭ്യാസം അവർ നേടും. ഭൗതികമായി ഒട്ടും പിറകിലല്ലാത്ത ഒരു നിലവാരം അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആഴത്തിൽ മതം പഠിക്കാനാണ് ആ കുട്ടിക്കും രക്ഷിതാവിന് താല്പര്യമെങ്കിൽ അവർക്ക് ജാമിഅ ക്യാമ്പസിലേക്ക് വരാം. ഇനി അതല്ല മറ്റു വഴിയിലേക്കാണ് ആ കുട്ടി പോകുന്നതെങ്കിൽ ഏത് ഫീൽഡിലേക്ക് പോയാലും, ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും, ഏതൊക്കെ മേഖലകളിൽ അവൻ എത്തിപ്പെട്ടാലും ശരി, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു നല്ല ഉൽപ്പന്നമായി അവൻ മാറുമെന്നാണ് സ്കൂൾ ഓഫ് ഖുർആന്റെ സവിശേഷത. ഇന്ന് കേരളത്തിലും പുറത്തുമായി 33 കേന്ദ്രങ്ങളിലായി 2100 ചില്ലാനം വിദ്യാർത്ഥികളാണ് ആ സംവിധാനം വഴി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ അതും ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം ജാമിഅ അൽ ഹിന്ദിന്റെ മറ്റൊരു സംവിധാനമാണ് അൽ ഹിന്ദ് ഖുർആൻ അക്കാദമി, AQA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. അഥവാ വിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കുന്ന സംരംഭങ്ങൾ ഇന്ന് മലയാളക്കരയിൽ കൂടിക്കൂടി വരികയാണ്. പക്ഷേ പല സ്ഥാപനങ്ങളും എന്തിനാണ് ഹിഫ്ള് സ്ഥാപനം ആരംഭിച്ചത് എന്ന കാഴ്ചപ്പാട് പോലും ഇല്ലാതെ, ശരിയായ നിയമങ്ങൾ പാലിക്കുക പോലും ചെയ്യാതെയാണ് പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. പറയേണ്ടി വന്നത് വേദനയുണ്ട്. അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു അക്കാദമിക പിന്തുണ നൽകുക എന്നതാണ് അൽ ഹിന്ദ് ഖുർആൻ അക്കാദമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഹിഫ്ള് സ്ഥാപനങ്ങൾക്ക് അക്കാദമിക് പിന്തുണ, അവിടുത്തെ അധ്യാപകർക്ക് വേണ്ട പരിശീലനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ട സിലബസുകൾ, അവർക്ക് വേണ്ട മേൽനോട്ടങ്ങൾ വഹിച്ചുകൊണ്ട് ഹിഫ്ള് സംവിധാനങ്ങളെ കുറ്റമറ്റ രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ഒരു മേൽക്കൂരയാണ് അൽ ഹിന്ദ് ഖുർആൻ അക്കാദമി. അതിനു കീഴിൽ ഈ ജാമിഅ ക്യാമ്പസിൽ തന്നെ 70-ലേറെ വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ഈ രംഗത്ത് സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാരും സ്ഥാപനങ്ങളുമായും നിരന്തരമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവിടെയെല്ലാമുള്ള സിസ്റ്റത്തെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിടിസ്ഥാനത്തിൽ നമ്മുടെ ഹിഫ്ള് സംവിധാനങ്ങളെ കുറ്റമറ്റതാക്കി മാറ്റാനാവശ്യമായ അപ്ഡേഷനുകൾ ഓരോ സമയത്തും നിർവഹിച്ചുകൊണ്ടാണ് അൽ ഹിന്ദ് ഖുർആൻ അക്കാദമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംരംഭമാണ് അൽ ഹിന്ദ് റിസർച്ച് അക്കാദമി. വ്യത്യസ്തമായ മേഖലകളിലെ ഗവേഷണങ്ങളാണ് റിസർച്ച് അക്കാദമി വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ജാമിഅയ്ക്ക് കീഴിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, സ്കൂൾ ഓഫ് ഖുർആൻ ആണെങ്കിലും
അൽ ഹിന്ദ് ഖുർആൻ അക്കാദമിയാണെങ്കിലും ഇത്തരം സംവിധാനങ്ങളെല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ട ഏരിയ, അതിന്റെ സിലബസ്, അതിന്റെ പോളിസി, അതിന്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അൽ ഹിന്ദ് റിസർച്ച് അക്കാദമിയാണ്. അതോടൊപ്പം ആദർശ പ്രബോധന മേഖലയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന ആദർശ മുഖാമുഖങ്ങൾ, ആദർശ സംവാദങ്ങൾ, അത്തരം വേദികളിൽ ആവശ്യമായ വൈജ്ഞാനികമായ സപ്പോർട്ട് അൽ ഹിന്ദ് റിസർച്ച് അക്കാദമിയുടെ കീഴിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്ന മുഖാമുഖങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ബൃഹത്തായ വൈജ്ഞാനികമായ ഫയലുകൾ, കൃത്യമായ ഡോക്യുമെന്റ്സ് അടക്കം അൽ ഹിന്ദ് റിസർച്ച് അക്കാദമിയുടെ കൈവശമുണ്ട് എന്നത് സാന്ദർഭികമായും സൂചിപ്പിക്കുകയാണ്. അതുപോലെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രായഭേദമന്യേ ഏതൊരാൾക്കും മതം പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുക എന്ന അർത്ഥത്തിൽ ആരംഭിച്ച സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതിന് കീഴിൽ അത്തദാറുക്ക് എന്ന ഒരു വിദൂര വിദ്യാഭ്യാസ പദ്ധതിയിൽ ദീനു പഠിക്കാൻ, അഖീദ പഠിക്കാൻ, ഖുർആന് പഠിക്കാൻ, അറബി ഭാഷ പഠിക്കാൻ, ഫിഖ് പഠിക്കാൻ ഉതകുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനം അത്തദാറുക്ക്. റമദാനിൽ മാത്രമായി പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാരായണവും അതിന്റെ പഠനവും മനപ്പാഠവുമെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് അത്തൈസീർ എന്ന വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആവശ്യമായ റമദാൻ സ്പെഷ്യൽ സംവിധാനം, ഇതെല്ലാം നിലവിൽ ജാമ്യയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജാമ്യ എന്തു നേടിയതിന്റെ ഉത്തരങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പറഞ്ഞതിനേക്കാളേറെ ഇനിയും പറയാനാണ്. ഇന്ന് അൽഹംദുലില്ലാ 3200ഓളം പഠിതാക്കളാണ് ജാമ്യയ്ക്ക് കീഴിൽ ഈ പറയപ്പെട്ട വ്യത്യസ്ത സംരംഭങ്ങളിലായി അള്ളാഹുവിന്റെ ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ എമ്പാടുമുണ്ട്. നമ്മുടെ യാത്ര ഇവിടെയൊന്നും അവസാനിക്കേണ്ടതല്ല. 10 വർഷം കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അടുത്ത 10 വർഷം നമുക്ക് സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകണം. അതേ ജാമിയ അൽ ഹിന്ദിന്റെ വിഷൻ 2030 എന്ന 2030 ജാമിയ അൽ ഹിന്ദ് എന്താകുമെന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മേലധികാരികൾ ഒന്നിച്ച് ചർച്ച ചെയ്ത് പ്ലാനും പദ്ധതിയും ഉണ്ടാക്കി ആ സ്വപ്നത്തെ ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2021 മാർച്ച് 28. അതേ 2030 ജാമിയ അൽ ഹിന്ദ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെയാണ്, സ്വപ്നങ്ങളെയാണ് നാം അവിടെ പ്രഖ്യാപിച്ചത്. 11 പദ്ധതികളിലായി 45ഓളം സംരംഭങ്ങളാണ് ദീനി വിദ്യാഭ്യാസ മേഖലയിൽ അടുത്തൊരു 10 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2030 നേടണമെന്ന് ജാമ്യ ആഗ്രഹിക്കുന്നത്. അഫിലിയേറ്റഡ് ക്യാമ്പസുകൾ ജാമ്യയ്ക്ക് കീഴിൽ ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ജാമ്യയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പ്രവർത്തിക്കുന്ന ദാറുൽ അർഖം എന്ന സ്ഥാപനമാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വഴിയിൽ ഇനിയും സ്ഥാപനങ്ങൾ വരണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം ദീനി സംരംഭങ്ങൾ വളർന്നു വരണം. ഈ ജാമ്യയുടെ കീഴിൽ സൂപ്പർവിഷനിലായി, അഫിലിയേഷനിലായി, അക്കാഡമിക് സപ്പോർട്ടോടുകൂടി ഇൻഷാ അല്ലാഹ് സംവിധാനം ഉണ്ടാകണം. ഡിപ്ലോമ കോഴ്സുകൾ, സമൂഹത്തിന് വ്യത്യസ്തമായ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ രംഗത്ത് ആവശ്യമായ ദീനിയായ കാഴ്ചപ്പാട് നൽകാവുന്ന ഡിപ്ലോമ കോഴ്സുകൾ, ഡിസ്റ്റൻസായി ഏതൊരാൾക്കും ഈ ജാമ്യയുടെ മെയിൻ കോഴ്സുകൾ തന്നെ എഴുതാൻ ആവശ്യമായ സംവിധാനങ്ങൾ, അതെല്ലാം അടുത്ത ഭാവിയിൽ നേടാൻ ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളാണ്. 2027 ഇൻഷാ അല്ലാഹ് കുല്ലിയത്തുൽ ഖുർആൻ ആരംഭിക്കുമെന്ന് അന്ന് വിഷൻ 2030 നാം പ്രഖ്യാപിച്ചതാണ്. അതിലേക്കുള്ള ചുവടുകൾ നാം ആരംഭിച്ചു കഴിഞ്ഞു. അതേ സ്കൂൾ ഓഫ് ഖുർആന്റെ പ്രഥമ ബാച്ച് 2026 +2 പൂർത്തിയാക്കും. ഇവിടുത്തെ ഹിഫ്ദ് സംവിധാനത്തോടെ പഠിച്ചു വന്ന വിദ്യാർത്ഥികളും 2026 അവർ +2 സംവിധാനം പൂർത്തിയാക്കും. അവരെല്ലാം കടന്നു വരുമ്പോൾ അവർക്കെല്ലാം ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകാവുന്ന സംവിധാനമാണ് കുല്ലിയത്തുൽ ഖുർആൻ. കുല്ലിയത്തുൽ ഖുർആനിലേക്ക് അപേക്ഷിക്കുന്നവരെല്ലാം ഇൻഷാ അല്ലാഹ് ഹാഫിദുമാരായിരിക്കണം. അവിടുത്തെ അധ്യാപകന്മാരെല്ലാം ഹാഫിദുമാരായിരിക്കണം. അങ്ങനെ വ്യത്യസ്ത ഖിറാഅത്തുകളിൽ ഇജാസ വാങ്ങുന്ന, വ്യത്യസ്തമായ ഖിറാഅത്തുകളിൽ പ്രാവീണ്യമുള്ള, നല്ല കുറ്റമറ്റ ഹാഫിളായ ആലിമ് എന്ന ലക്ഷ്യമാണ് ഈ ജാമിയ അൽ ഹിന്ദിന്റെ കുല്ലിയത്തുൽ ഖുർആൻ കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. 2027 ഇൻഷാ അല്ലാഹ് ആ സംവിധാനം ആരംഭിക്കുക. വ്യത്യസ്തമായ ഹിഫ്ദ് സംവിധാനങ്ങളിൽ ഇന്ന് ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ദ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ ഹിഫ്ദിന് ശേഷം പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമില്ലാതെ ഉയരുന്ന സാഹചര്യമുണ്ട്. അവർക്കെല്ലാം സ്വപ്നം കാണാം. ഇൻഷാ അല്ലാഹ് ജാമിയയിൽ 2027 കുല്ലിയത്തുൽ ഖുർആൻ ആരംഭിക്കും. അതിന്റെ ഭാഗമായി മാറി ഖുർആന്റെ വ്യത്യസ്തമായ വശങ്ങളെ പഠിക്കുന്ന, അതിന്റെ അർത്ഥം പഠിക്കുന്ന, തഫ്സീറുകൾ പഠിക്കുന്ന, ഖിറാഅത്തുകൾ പഠിക്കുന്ന, ഇജാസകൾ നേടുന്ന ആ രംഗത്ത് ഇൻഷാ അല്ലാഹ് നല്ല നിലവാരമുള്ള ഹാഫിളായ ആലിമീങ്ങളായ ഹാഫിളുമാരെ ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനമാണ് ഇൻഷാ അല്ലാഹ് അതിലൂടെ നാം ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ദൂരങ്ങളെല്ലാം താണ്ടി പോകേണ്ടതുണ്ട്. നേരത്തെ ബഹുമാന്യനായ ജാമിയ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഓരോ മാസവും
30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ജാമിയ അൽ ഹിന്ദിന്റെ 2 ക്യാമ്പസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വിഷൻ 2030 പൂർത്തിയാകുമ്പോൾ ഇനിയും ആ ചെലവുകൾ ഒരുപാട് ഉയരുമെന്ന് സംശയമേതുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ജാമ്യയ്ക്ക് ആവശ്യമുണ്ട്. സപ്പോർട്ട് ജാമിയ, സപ്പോർട്ട് നോളജ് എന്ന പേരിൽ നാം നേരത്തെ പ്രഖ്യാപിച്ച ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിന്റെ കൂടെ കൂടാൻ എല്ലാവർക്കും അവസരമെന്നാണ് ആ ഒരു പ്രൊജക്റ്റിലൂടെ നാം അന്ന് സമൂഹത്തോട് ആവശ്യപ്പെട്ടത്. ഏതൊക്കെ വഴിയിൽ ജാമ്യയുടെ ഭാഗമായി മാറാൻ കഴിയുമോ അതിലെല്ലാം ഉണ്ടാവുക എന്നതാണ് സപ്പോർട്ട് ജാമ്യ, സപ്പോർട്ട് നോളജ് എന്ന ആ പദ്ധതിയിലൂടെ നാം ആഗ്രഹിച്ചിരുന്നത്. ഏത് രൂപത്തിലാണ് ഒരാൾക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിയുക, അതെല്ലാം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകണം. ഒന്നുകിൽ കഫാല എന്ന് പറയുന്ന ഒരു സംരംഭം നാം പ്രഖ്യാപിച്ചിരുന്നു. അഥവാ ഒരു വിദ്യാർത്ഥിയുടെ ചെലവേറ്റെടുക്കുക, ഒരു അധ്യാപകനെ സ്പോൺസർ ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ജാമ്യയുടെ ഒരു ദിവസത്തെ ഭക്ഷണമോ ഒരു മാസത്തെ ചെലവോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഏറ്റെടുക്കുന്ന സംവിധാനമാണ് കഫാല എന്നുള്ളത്. അതുപോലെ ജാരിയ എന്ന പേരിൽ 2ാമത് പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. അഥവാ നമുക്ക് സ്ഥിരമായി വരുമാനമുള്ളവരാണെങ്കിൽ ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ജാമ്യക്ക് എന്ന് നിയ്യത്ത് ചെയ്യുക. എൻ്റെ ശമ്പളത്തിൻ്റെ, എൻ്റെ ബിസിനസ് ലാഭത്തിൻ്റെ, എൻ്റെ ബിൽഡിങ്ങിൻ്റെ വാടകയുടെ, ഞാൻ വാങ്ങുന്ന പെൻഷൻ്റെ, എൻ്റെ മറ്റു സ്ഥിര വരുമാന വഴികളുടെ എന്തെങ്കിലും ഒരു വിഹിതം ജാമ്യക്കാവട്ടെ എന്ന് തീരുമാനിക്കുക. അതാണ് കഫാല എന്ന സംവിധാനം. 3ാമത് മുസാഅദ എന്ന ഒരു സംവിധാനം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അഥവാ എന്തെങ്കിലും ഒരു തുക, ഒന്ന് എല്ലാ ദിവസവും ഒരു ചെറിയ വിഹിതം, എല്ലാ ആഴ്ചയിലും ഒരു വിഹിതം, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എന്തെങ്കിലും ഒന്ന് ജാമ്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു സംരംഭം. ഏറ്റവും പ്രധാനപ്പെട്ട 4ാമതൊന്ന് വഖഫ് പ്രൊജക്റ്റാണ്. അഥവാ നമുക്ക് സ്വന്തമായി വാടക ലഭിക്കുന്ന കെട്ടിടമുണ്ടോ, വാടക വീടുണ്ടോ, ഫ്ലാറ്റുണ്ടോ, വരുമാനമുള്ള ഭൂമിയുണ്ടോ, കെട്ടിടങ്ങളുണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ജാമ്യക്ക് വഖഫായി നൽകൂ. എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു റൂം ഇൻഷാ അല്ലാഹ് ജാമ്യക്ക് വഖഫ് എന്ന് നിയ്യത്ത് ചെയ്യുക. ആ റൂമിൻ്റെ വാടക ജാമ്യക്ക് ലഭിക്കട്ടെ. എൻ്റെ ഭൂമിയിൽ വരുമാനമുണ്ട്, ആ വരുമാനം ആ ഭൂമിയില ജാമ്യക്ക് ഞാൻ വഖഫായി നൽകുന്നു. എൻ്റെ ഒരു ഫ്ലാറ്റ്, എൻ്റെ ഒരു വാടക ലഭിക്കുന്ന വീട് ജാമ്യക്ക് ഞാൻ വഖഫായി പ്രഖ്യാപിക്കുന്നു എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. അത് ഈ ജാമ്യക്കെന്നും മുതൽക്കൂട്ടായി മാറും. ഇന്നിതാ പുതിയതായി ഒരു സംരംഭം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഏറ്റെടുക്കണേ എന്ന് സൂചിപ്പിക്കുകയാണ്. ജാമ്യക്ക് സ്ഥിര വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് മഞ്ചേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നമ്മുടെ സഹോദരൻ 23 സെന്റ് സ്ഥലം അദ്ദേഹം വഖഫായി തന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കോടികൾ വില വരുന്ന ഒരു സ്ഥലം അദ്ദേഹത്തിന് പാരത്രികമായ മോക്ഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ജാമ്യക്ക് വഖഫായി തന്നു. അവിടെ ജാമ്യക്ക് വരുമാനം ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അൽ വഖഫുൽ ഖൈരി, ഒരു വഖഫുൻ ഖൈരിയായി കാലാകാലം ഇൻഷാ അല്ലാഹ് ജാമ്യക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി വരണം. ഈ അൽ ബലാഗ് അതിനവസരമാകണം. അൽ ബലാഗ് അവസാനിക്കുമ്പോൾ ജാമിയ അൽ ഹിന്ദ് എന്ത് നേടി എന്നതിൻ്റെ ഒരു ഉത്തരം ജാമ്യക്ക് സ്ഥിര വരുമാനത്തിന് ഒരു നല്ല ബിൽഡിംഗ് മഞ്ചേരി ടൗണിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അൽഹംദുലില്ലാ സമാധാനിക്കാൻ വകയായി മാറണം. അവിടെ നാം ആഗ്രഹിക്കുന്നത് ഒരു നല്ല 3 നിലയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. 15 ഫ്ലാറ്റുകൾ, ഒരു ഷോപ്പിംഗ് റൂം, ഒരു മുസല്ല അടങ്ങുന്ന ഒരു 3 നിലയിലുള്ള ഒരു നല്ല കെട്ടിടമാണ് മഞ്ചേരി ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് ഡോക്ടേഴ്സ് കോളനി എന്നറിയപ്പെടുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തായിക്കൊണ്ടുള്ള ഒരു ഏരിയയിൽ ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയായാൽ ജാമ്യയുടെ സ്ഥിരം സംവിധാനത്തിൽ അതൊരു ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഇതൊരു മാതൃകയായി ഏറ്റെടുക്കുക. ഒരു സഹോദരൻ സ്ഥലം തന്നു, ഇൻഷാ അല്ലാഹ് ഒരു ബിൽഡിംഗ് ഉണ്ടായി വരണം. പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടി, എല്ലാം റെഡിയാണ്. ഫണ്ട് മാത്രമാണ് തടസ്സമായിട്ടുള്ളത്. ഒരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ബിൽഡിംഗ് ജാമ്യക്കുണ്ടായി കഴിഞ്ഞാൽ ഒരു നല്ല വരുമാനം ഇൻഷാ അല്ലാഹ് പ്രതിമാസം കിട്ടിക്കൊണ്ടേയിരിക്കും. ജാമ്യ നിലനിൽക്കുന്ന കാലത്തോളം ആ സംവിധാനത്തിൽ അതൊരു ആശ്വാസമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ കൂടിയവരും അതേപോലെ ഇനി ഈ ശബ്ദം കേൾക്കുന്നവരെല്ലാം ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് പൂർത്തിയാക്കണം. അൽ ബലാഗിൻ്റെ ഒരു റിസൾട്ട് ആയിക്കൊണ്ട്, ഈ അൽ ബലാഗിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിക്കൊണ്ട് ജാമ്യക്കൊരു സ്ഥിര വരുമാന പദ്ധതി ഉണ്ടായി വന്നുവെന്നുള്ളത് സമാധാനിക്കാൻ നമുക്ക് കഴിയണം. ഏത് രൂപത്തിലാണോ നിങ്ങൾക്കതിൽ ഭാഗമാക്കാൻ കഴിയുക ആ നിലയ്ക്ക് ഭാഗമാക്കാവുക. ഇപ്പോൾ ആരും സംഭാവന നൽകേണ്ടതില്ല. നിങ്ങൾക്കിവിടെ അതിൻ്റെ ഒരു QR കോഡ് സ്ക്രീനിൽ കാണുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുമായി വരികയും ചെയ്യും. അത് സ്കാൻ ചെയ്താൽ ചെയ്യാൻ കഴിയുന്നൊരു ഓഫർ അതിലൂടെ നൽകാൻ പറ്റും. ഓഫർ മാത്രം 1 വർഷം കൊണ്ട് പണം കൊടുത്താൽ മതി. ഇപ്പോൾ ആരും പണം കൊടുക്കേണ്ടതില്ല. 1 വർഷം കൊണ്ട് പണം കൊടുത്താൽ മതി. ഈ പ്രൊജക്റ്റ് ഒന്നിച്ചേറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ ഒരു പക്ഷേ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നവരുണ്ടായേക്കാം. അത്തരം ആളുകൾക്ക് അതും ആലോചിക്കാം. ഇനി അതല്ല, അതിൻ്റെ ഒരു ഫ്ലോർ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഞാൻ ചെയ്യാം എന്ന് പറയാൻ കഴിയുന്ന
ആളുകളുണ്ടാകും. 16,000 സ്ക്വയർ ഫീറ്റാണ് മൊത്തം ആ കെട്ടിടമുള്ളത്. ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മാണവും അതിൻ്റെ ഫർണിഷിങ്ങും എല്ലാം അടക്കം വാടകയ്ക്ക് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് അത് പൂർത്തിയാക്കണമെങ്കിൽ 3,000 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് നാം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഫ്ലോർ ഞാൻ എടുത്തു കൊടുക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റിയ ആളുകളെമ്പാടുമുണ്ട്. ഒരു ഫ്ലാറ്റ് 15 ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് എൻ്റെ വക, അതിൻ്റെ വരുമാനം കൊണ്ട് ജാമ്യയ്ക്ക് കാലാകാലം ഒരു ആശ്വാസമാകട്ടെ എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇനി അതൊന്നുമല്ല, ഒരു 100 സ്ക്വയർ ഫീറ്റ്, ഒരു 500 സ്ക്വയർ ഫീറ്റ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ വിചാരിക്കാൻ കഴിയുന്നവർ, അതുമല്ല ഒരു ചെറിയ സംഖ്യ അതാണ് കഴിയുക, അത് ഞാൻ നൽകാം, ഒരു വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി നൽകാം. ഒന്നുമില്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും ഒരു 3,000 രൂപയെങ്കിലും എൻ്റെ വകയായി ആ സംവിധാനത്തിൽ ഉണ്ടാകട്ടെ. ഒരു വഖഫിന് ഖൈരി ഉയർന്നു വരുമ്പോൾ എൻ്റെയും വിയർപ്പുണ്ടതിൽ, എൻ്റെയും ഒരു ഭാഗമുണ്ടതിലെന്ന് സമാധാനിക്കാൻ സഹോദരന്മാരെ നമുക്ക് പറ്റണം. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ഓഫർ വേണമെങ്കിൽ ജാമ്യയുടെ ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്പർ സ്ക്രീനിൽ കാണാം. ഞങ്ങൾ ആരുടെ നമ്പർ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഓഫർ അറിയിക്കാം. ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നിർമ്മാണം ആരംഭിച്ച് ഒരു വർഷം കൊണ്ടെങ്കിലും പൂർത്തിയാക്കി ജാമ്യയ്ക്ക് വരുമാനം കിട്ടാവുന്ന രൂപത്തിൽ ഒരു മുസല്ല അടക്കമുള്ള സംവിധാനമാണ്. അതുകൊണ്ട് കേട്ടവരൊക്കെ ഏത് വഴിക്കാണോ ചെയ്യാൻ കഴിയുക ആ നിലയ്ക്ക് ആലോചിക്കുക. കുടുംബത്തിലേക്ക് മടങ്ങിച്ചെന്ന് കുടുംബസമേതം ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്കൊന്നിച്ച് അതിൽ എന്തേറ്റെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുകയെങ്കിൽ ആവാം, അതിന് കാത്തിരിക്കാം. കുടുംബങ്ങളുമായി കൂടി സുഹൃത്തുക്കളുമായി കൂടി ഒരു ശാഖയിലെ ആളുകൾ ഒരുമിച്ച് കൂടി നമ്മുടെ ശാഖയ്ക്ക് അതൊരു ഫ്ലാറ്റ് ഏറ്റെടുക്കാൻ പറ്റുമോ, നമ്മുടെ ശാഖയ്ക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. അങ്ങനെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് റബ്ബിൽ തവക്കുലാക്കി ഏറ്റെടുക്കുക. ഈ അൽബലാഗിൻ്റെ ഒരു റിസൾട്ടായി ജാമിയ അൽ ഹിന്ദിന് ഒരു വരുമാന പദ്ധതി ആരംഭിക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. ഈ വഴിയിൽ ഇനിയും പലരും മുന്നോട്ട് വരും, പലരും ഭൂമി ഇൻഷാ അല്ലാഹ് വഖഫായി നൽകും. ഇത്തരം സംരംഭങ്ങൾ വരണം. അതെല്ലാം വരുമ്പോഴേ 2030 ആകുമ്പോൾ നമ്മുടെ സ്വപ്നപ്രകാരം 20,000 പഠിതാക്കൾ പഠിക്കുന്ന ഒരു സംവിധാനമായി ജാമ്യ വളരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനനുസരിച്ച് ചെലവും കൂടും. അവിടെയെല്ലാം സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ നിലയ്ക്ക് നിങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കണേ എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദൂരം നമുക്ക് താണ്ടാനുണ്ട്. ആയുസ് നമുക്കെല്ലാം കുറവാണ്. കിട്ടിയ ആയുസ്സിൽ ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാം. ശേഷം ഇഖ്ലാസുള്ള ആളുകൾ ആ വഴിയിൽ നമ്മുടെ പിന്മുറക്കാരായി കടന്നു വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നമ്മുടെ പ്രകാശനം ചെയ്ത വിദ്യാർത്ഥികളുടെ ഒരു മാഗസിൻ അൽ ജാമിഅ എന്ന മാഗസിൻ 50 രൂപയ്ക്ക് ലഭ്യമാണ്. എല്ലാവരും ഒരു കോപ്പി വാങ്ങുക. ഒരുപാട് പഠനാർഹമായ നല്ല നല്ല ലേഖനങ്ങൾ അതിലുണ്ട്. വായിക്കേണ്ടതാണ്, വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ്, വായിപ്പിക്കേണ്ടതാണ്. എല്ലാവരും കോപ്പി വാങ്ങിയെന്ന് ഉറപ്പുവരുത്തുക. ജാമ്യയുടെ കലണ്ടർ ഏതാനും കോപ്പികൾ കൂടി ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞാൽ കലണ്ടർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മാത്രമല്ല, ആവശ്യമായ എണ്ണം എത്രയാണോ അത് വാങ്ങാൻ ശ്രമിക്കുക. എല്ലാ സംരംഭങ്ങളെയും അടുത്തറിയുക. വിദ്യാർത്ഥി ഒരുക്കിയ അർ-റുഇയ എന്ന എക്സിബിഷൻ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ QR കോഡ് അവിടെ ലഭ്യമാണ്. അത് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ ആ എക്സിബിഷൻ പിന്നീടും കാണാൻ സംവിധാനമുണ്ടാകും. ആ സിസ്റ്റം കൂടി കാണാൻ ഇവിടെ പോകും മുമ്പായി ശ്രമിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവർക്കും രാത്രി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മൾ മറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒരു ചെറിയ ഭക്ഷണം ഒരുക്കി അത് വാങ്ങുക. എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ജാമ്യക്കൊരു ഭാരമാവാതെ ആ ഭക്ഷണം നമ്മുടെ തന്നെ വകയായി പോകട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ല, അവിടുന്ന് വാങ്ങുന്നവർക്ക് വാങ്ങുകയും ചെയ്യാം. ഏതായിരുന്നാലും ഇത്തരം സംരംഭങ്ങളെ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.